ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലയോ, ചിലർക്ക് നല്ല ഭാഗ്യമാണ്, ഇതിന് നല്ല ലക്കാണെന്ന്. ചിലർക്ക് പ്രണയിക്കുന്ന കാര്യത്തിലായിരിക്കും, ചിലർക്ക് സൗഹൃദം സ്ഥാപിക്കുന്ന കാര്യത്തിലായിരിക്കും, അതല്ല ചിലർക്ക് സാമ്പത്തിക കാര്യത്തിലായിരിക്കും, ഇനി ചിലവരെ സംബന്ധിച്ച് കളിക്കുന്ന കാര്യത്തിലായിരിക്കും ഈ ഭാഗ്യം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനൊരു യുവാവിനെ പറ്റി പറയാം. പുള്ളിക്കാരന് ഇതിന് നല്ല ഭാഗ്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനെന്ന് പറഞ്ഞാൽ ഒരവയവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗ്യമാണെന്ന് പറയും. അപ്പം ലൈനടി മാത്രമല്ല, തുറന്നു പറയാമല്ലോ, കളിക്കാറുമുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ആൾക്കാർ പറയുന്ന പോലെ ഒരു ലക്കിൻ്റെ ഭാഗമായിട്ടാണോ ഇത് സംഭവിക്കുന്നത്, അതോ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാരൻ തീവ്രമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണോ, അല്ലെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ അടിക്കാൻ പറ്റുന്നു, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ ഈ യുവാവിനെ കണ്ടാൽ അത്ര വലിയ അട്രാക്ഷനൊന്നും പറയാനില്ല, ഒരു ആവറേജ് പേഴ്സണാലിറ്റിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ചില സ്ത്രീകളെക്കുറിച്ചും പറയാറുണ്ട്, അവർക്കിതിന് നല്ല ഭാഗ്യമാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യമുള്ളവരുണ്ട്. താല്പര്യം എന്ന് പറഞ്ഞാൽ വെറും ഒരു ആഗ്രഹം മാത്രമല്ല, അവരതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ വിവാഹിതരാണ് ഈ യുവാവുമായിട്ട് കൂടുതലും സൗഹൃദത്തിലാകുന്നത്. കൂടുതലെന്നല്ല, ഏതാണ്ട് 100% വിവാഹിതരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് ഈ അന്യപുരുഷനെ ലൈൻ അടിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നത്, പ്രത്യേകിച്ചും ഈ യുവാവിനെ പോലുള്ളവരെ? അപ്പോൾ ഈ ലൈനടി എന്ന് പറഞ്ഞാൽ തീവ്രമായ പ്രണയമൊന്നുമല്ല, ജസ്റ്റ് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു. അതുതന്നെയല്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിന് ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനൊരു ബന്ധം സ്ഥാപിക്കുന്നതിനകത്ത് നിഗൂഢമായ ഒരു ആനന്ദമുണ്ട്. അതുപോലെ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച്, ഫാമിലിയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഇമോഷണൽ ഫീലിങ്സ് കൂടുതലാണ്, അവർക്ക് ആവശ്യങ്ങൾ കൂടുതലാണ്, പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ ഒരുപക്ഷെ അവരുടെ പങ്കാളി അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല അവരെ സംബന്ധിച്ച്. അതുപോലെ ഇതിനകത്തൊരു പ്രത്യേക ഹാബിറ്റ് ഉണ്ട്, ഒരു ത്രില്ല് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ നമ്മളിലെല്ലാവരിലും 2 എനർജി നിരന്തരമായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക, ലവ് എനർജി ആൻഡ് സെക്സ് എനർജി. അപ്പോൾ ഈ 2 എനർജിയും എവിടെയെങ്കിലും ഷെയർ ചെയ്യപ്പെടണം. അതിന് ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച്, അവരുടെ കഴിവിനനുസരിച്ച് പല മാർഗങ്ങളും കണ്ടെത്തും. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ച്, പുരുഷനെ സംബന്ധിച്ച് ഈ എനർജി ആർക്കെങ്കിലും കൊണ്ട് ഷെയർ ചെയ്യാനൊക്കില്ല. അതുപോലെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കകത്ത് ഒരു സംതൃപ്തി കിട്ടണമെങ്കിൽ അവരുടെ ഉള്ളിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആവശ്യങ്ങളാണ്, അല്ലെങ്കിൽ കണ്ടീഷൻസാണ്. അപ്പോൾ ഇത് ആരുമായിട്ട് മാച്ച് ആകുന്നു, അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കും. അതുപോലെ ഈ യുവാവിനെ സംബന്ധിച്ച് മറ്റൊരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ് 1-2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ആക്ച്വലി ഈ യുവാവിനെ സംബന്ധിച്ചും ഒരു ഹാബിറ്റാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. അതിനുവേണ്ടി എത്ര ഊർജം സ്പെൻഡ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒരു മടിയില്ല. അതുപോലെ വളരെ ഫ്രണ്ട്ലിയാണ്, വിശ്വസ്തനാണ്, പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഇങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ടെങ്കിലും സ്വന്തം ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് സെക്സ് എനർജി നന്നായിട്ടുണ്ട്. ഇതെല്ലാം ചില സ്ത്രീകളെ സംബന്ധിച്ച് ആകർഷണമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഓറൽ ചെയ്യുന്നതിന് ഒരു മടിയില്ല, ഒരു പ്രത്യേക രീതിയിൽ വളരെ ക്ഷമയോടെ ആസ്വദിച്ച് ഒരു ഐസ്ക്രീം തിന്നുന്ന അതേ സുഖത്തോടെ തിന്നും. അതുപോലെ ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകൾക്ക് തിന്നുന്നതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്, പ്രത്യേകിച്ചും തീറ്റിക്കുന്നതിനോട്. ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ അനുഭൂതി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, ഒരു കാമുകനിൽ എപ്പോഴും പ്രവർത്തിക്കുന്നത് സെക്സ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ കാമുകയെ ചൂടാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം ആ രീതിയിലെല്ലാം ചെയ്യാൻ നോക്കും. അപ്പം തിന്നുന്ന സമയത്ത് നാക്ക് മാത്രമല്ല, ചുണ്ടും പല്ലും കൈവിരലുകളും യൂസ് ചെയ്യും. ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് 2 ഭാഗത്ത് സ്റ്റിമുലേഷൻ കിട്ടണം. അതുകൊണ്ട് നമ്മൾ ഈ ചൂട് ഐസ്ക്രീം തിന്നുമ്പം വിരലിൻ്റെ ഉപയോഗം മറക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് ചില സമയങ്ങളിൽ ഈ പങ്കാളികൾ കാമുകന്മാരായിട്ട് മാറണമെന്ന്. അങ്ങനെ മാറുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുത്താൻ നോക്കും. ആക്ച്വലി മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്നും ആകർഷിക്കണമെന്നും എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പലരും അത് തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ശരിതെറ്റുകളെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനൊക്കില്ല, അതൊരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യമാണ്. ഇപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. ആക്ച്വലി നമ്മൾ വിശന്നിരിക്കുന്ന സമയത്തും
ഭക്ഷണം വയറ് നിറച്ച് കഴിച്ച സമയത്തും നമുക്ക് ഭക്ഷണത്തിനോട് എന്ന് വെച്ചാൽ ഒരേ ഭക്ഷണത്തിനോട് നമുക്ക് രണ്ട് ആറ്റിറ്റ്യൂഡായിരിക്കും. അതുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ള വിശപ്പാണ് ലൈംഗികത. ചിലർക്കത് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. യഥാർത്ഥത്തിൽ അത് വേണ്ട രീതിയിൽ കിട്ടാതെ വരുന്നു, എന്നാൽ അത് നന്നായിട്ട് ആഗ്രഹമുണ്ട്. അന്നേരമാണ് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ സ്വയംഭോഗം ചെയ്യും. എന്നാൽ ചിലരെ സംബന്ധിച്ച് അതിനകത്തൊരു സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതും സാഹചര്യവുമായിട്ട് ബന്ധമുണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ ലവ് എനർജിയും സെക്സ് എനർജിയും രണ്ടും രണ്ടാണ്. പക്ഷെ നമുക്ക് തോന്നും ഇത് രണ്ടും ഒരേ ഫ്രീക്വൻസിയിലാണ് ചിലപ്പം പ്രവർത്തിക്കുന്നതെന്ന്. അതുപോലെ സ്നേഹമുള്ളവരെ സംബന്ധിച്ച് നമുക്ക് പലതും ചെയ്യാൻ തോന്നും. ചിലപ്പോൾ മരിഞ്ഞ് മുറുക്കാൻ തോന്നും, ചിലപ്പോൾ അടിക്കാൻ തോന്നും, കടിക്കാൻ തോന്നും. ഇത് മനസ്സിൻ്റെ ആവശ്യം. എന്നാൽ ശരീരത്തിൻ്റെ കെമിസ്ട്രി വേറെയാണ്. അതിന് വേണ്ടത് സ്റ്റിമുലേഷനാണ്. ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ സ്റ്റിമുലേഷൻ വേണം. അതും നമ്മുടെ ഹാപ്പി ഹോർമോൺസുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഗിഫ്റ്റാണ് ശരീരം. ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് സുഖിക്കാനും ആനന്ദിക്കാനും പറ്റൂ. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് തേങ്ങ പൊതിക്കുന്ന പൊസിഷൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് രതിമൂർച്ചയിലെത്തുന്നു. കാരണം ആ സമയത്ത് മനസ്സ് ക്രിസരിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കാരണം ആ സമയത്തൊരു പ്രത്യേക ലൈംഗിക സ്വാതന്ത്ര്യം സ്ത്രീ അനുഭവിക്കുന്നു. അതുപോലെ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. എന്നുവെച്ചാൽ ഒരാളിൻ്റെ ഭാര്യയ്ക്ക് സെക്സിനോട് നല്ല താല്പര്യമില്ല, എന്നാൽ പുരുഷന് നല്ല താല്പര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫാമിലിയിൽ പുരുഷന് താല്പര്യമില്ല, പക്ഷേ സ്ത്രീക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ താല്പര്യമുള്ള രണ്ടു പേർക്കും ബന്ധപ്പെടാമോ ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് ഒരാൾ ചോദിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അതിന് ധാർമ്മികമായ ഒരു ന്യായീകരണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു മറുചോദ്യമുണ്ട്. താല്പര്യമില്ലാതാകാൻ കാരണം എന്താണ്? എന്തെങ്കിലും ശാരീരിക മാനസിക രോഗമുണ്ടോ? അതുപോലെ പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് താല്പര്യമില്ലാതെ വരും. എന്നുവെച്ചാൽ ഒരാളുടെ ലൈംഗികപരമായിട്ട് താല്പര്യം കുറയാൻ പല കാരണമുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ലൈംഗികപരമായിട്ട് താല്പര്യം കൂടുതൽ തോന്നിക്കാനും പല കാരണമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവകാശമാണ്. കാരണം ഇവിടെ ഒരാളിൻ്റെ വികാരം അയാളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഭക്ഷണം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതും പേഴ്സണൽ കാര്യമാണ്. ഇതേ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ഈ യുവാവിനും. പുള്ളിക്കാരൻ പറയുന്നത് എനിക്കൊരു ഭാര്യയുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഭാര്യ ഇനി വേണ്ട, ഒരു ഭാര്യയെ ഞാൻ തേടിപ്പോകുന്നില്ല, പക്ഷേ ഞാനൊരു സുഹൃത്തിനെ തേടിപ്പോകും. ഇവിടെയും ഒരു പുരുഷനിൽ പലപ്പോഴും രണ്ട് ഊർജം പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ പങ്കാളിയോട് തോന്നുന്നത് ലവ് എനർജി ആണെങ്കിൽ കാമുകിയോട് തോന്നുന്നത് സെക്സ് എനർജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്രീക്വൻസി ഏകദേശം ഒരേപോലെയൊക്കെയാണ്. അതുകൊണ്ട് പങ്കാളിക്കിടയിൽ ഇത് തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും. തന്നെയല്ല, ഒന്നിന് ചില സമയത്ത് തീവ്രത വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ചില സാഹചര്യത്തിൽ മനസ്സ് കാണിക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. അത് സ്ത്രീയിലുമുണ്ട് പുരുഷനിലുമുണ്ട്. അതാണ് ഈ ലൈംഗികതയെ കൂടുതലും സങ്കീർണമാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ കെമിസ്ട്രിയാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിയെ മറ്റൊരു കാമുകനും കാമുകിയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നല്ലൊരു പങ്കാളിയെ മറന്നിട്ട് വൈകാരികപരമായ കാരണത്താൽ മറ്റൊരാളെ തേടി പോകുന്നതും മണ്ടത്തരമാണ്. അപ്പോൾ എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ലൈക്ക് ചെയ്യണം. അതുപോലെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.